ഞങ്ങൾ ഇന്ന് ആര്യയുടെ വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ആര്യക്ക് നമ്മള് ഇവിടെ വന്നപ്പോൾ അപ്രത്യക്ഷം ഒരു മലയാളിനെ കണ്ടു. ഇവിടുത്തെ ഷെഫ് മലയാളിയാണ്, കോഴിക്കോടുകാരൻ. എന്റെ മോനെ വളഞ്ഞു തിരിഞ്ഞ് കിടക്കണ ആ റോഡ് കണ്ടില്ലേ? ഇത് ഏതൊരു ഉമ്മച്ചിക്കുട്ടിനെ പോലെ ആയാലോ ആവി ഇപ്പോ. താത്തക്കുട്ടിയായില്ലേ? ഒരു പട്ടിക്കുഞ്ഞ്. ആ ആ അതെന്താ ഇപ്പൊ അത്? പട്ടിയാണോ അത്? ഹായ് പറയോ എല്ലാവരോടും. ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളിന്ന് പുതിയൊരു യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇത് ആബീനെ ഞങ്ങൾ കയറ്റിയിരുത്തിയിട്ടുണ്ട്. ആര്യ ഇന്ന് ഫോൺ എൻ്റെ തന്നിട്ട് ആര്യ ഇന്ന് ഇൻട്രോ വേറെ ഒരാൾ പറയട്ടെ. ആ നമുക്ക് പോയേക്കാം. ആ അധികം നേരം ഇരുത്തി മുഷിപ്പിക്കുന്നില്ല കേട്ടോ ആബീനെ. ഇന്ന് നമ്മൾ എങ്ങടെ പോകുന്നേ? പുതിയ സ്ഥലത്തിന്റെ പേരെന്താ? പുതിയ സ്ഥലത്തിന്റെ പേര് എന്തൊക്കെയാ? സെയിന്റ് മാർട്ടിൻസ് കോവ്. സെന്റ് മാർട്ടിൻ കോവ്. ഇവിടുന്ന് ഒരു 200ഓളം കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഒരു സീനിക് റൂട്ട് വഴിയാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേയിൽ പറയാം. ഇവിടെ ഇങ്ങനൊരു സൗകര്യം ഉണ്ട് കേട്ടോ, യു ഹോൾ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് തന്നെ വണ്ടി റെൻറ്റിന് എടുത്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മൂവ് ചെയ്യാം, നമുക്ക് തന്നെ ഓടിക്കാം. ഇതിൽ പാടൊന്നുമില്ല, ഓട്ടോമാറ്റിക് അല്ലേ. ഞങ്ങൾ മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് മൂവ് ചെയ്തു. ഹലോ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല മഴയാണ് കേട്ടോ ഇന്ന്. കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു മഴ പെയ്താണിന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ നല്ല മഴയാണ് പുറത്ത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും മഴ മാറുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു 1.5 മണിക്കൂറും കൂടെ ഉണ്ട് അങ്ങടേക്ക്. ഈ റോട്ടിൽ മഴയൊക്കെ പെയ്ത് കണ്ടോ, നല്ല മഴയെന്ന്. ഇത്ര ദിവസം ഇത്ര മഴ ഉണ്ടായില്ലായിരുന്നു. നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും മിക്കവാറും അവിടെയൊക്കെ നല്ല കോടയായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ മഴയും കൂടെ ആയതുകൊണ്ട് നമുക്ക് നോക്കാം, അവിടെ വരെ പോയി നോക്കാം എന്തായാലും എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അവിടെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഇറങ്ങും, അല്ലെങ്കിൽ കാണാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങൂല. അല്ല എന്തായാലും സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി മാക്സിമം നോക്കാം. പിന്നെ അതുമല്ല, നമുക്ക് എന്താണ് അവിടെ ആ ഏരിയയിൽ വേറെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സ്റ്റൗവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇറങ്ങിയേക്കണേ. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇപ്പം അതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നല്ല. എന്തായാലും നമുക്ക് നോക്കാം. നാട്ടിലൊക്കെ മഴയാന്നൊക്കെ വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ പറയണ കേൾക്കാം. ഇവിടെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മഴയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു, വെയിൽ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ സമ്മർ എല്ലാം കഴിഞ്ഞല്ലോ, വിൻ്റർ ആവാറായി ഇനി. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ മഴയത്ത് വണ്ടികൾ തന്നെ ഓപ്പോസിറ്റ് തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ വണ്ടികളൊക്കെ മഴയൊക്കെ ആയതുകൊണ്ടേ ലൈറ്റൊക്കെ ഇട്ടാൽ വന്നെ, അപ്പം നല്ല രസമുണ്ട് ദൂരെ നിന്ന് വണ്ടികൾ ഈ മഴയത്ത് വന്നെ കാണാനായിട്ട്. ആബി നല്ല ഉറക്കമാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങൾ പോന വഴി കഴിക്കാമെന്നൊക്കെ ഓർത്തു. അപ്പോൾ പിന്നെ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി ഈ ബാക്കി വിശേഷങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും കാണാം കേട്ടോ. നമുക്ക് അവിടെ ടിക്കറ്റൊക്കെ എടുക്കാനുണ്ട് ചെല്ലുമ്പോൾ. അത് എപ്പോഴും ഓപ്പൺ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല, 8 മണി വരെ ഉണ്ട് ടൈം നമുക്ക്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കാണാം. താൻ ഞങ്ങളെ കൊല്ലുള്ളൂ, മഴയായിട്ട് വണ്ടി ചെറുതായിട്ടൊന്ന്. അയ്യോ താനും വേണ്ട കേട്ടോ, അത് കട്ട് കളഞ്ഞേക്കും. ഓ അത് നോക്കിയാടാ മഴ. താനെന്നൊന്നും പറയണ്ട കേട്ടോ, ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കും. എന്നെ താൻ നീ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല രസമുണ്ടല്ലേ മഴ പെയ്തിട്ട് കാണാൻ. കണ്ടോ കോട കണ്ടോ, കാണാൻ പറ്റുന്ന തോന്നുന്നു അല്ലേ വീഡിയോയില്. ഫുള്ള് കോട അടിച്ചേക്കാ. മഴയും കൂടെ ആയതുകൊണ്ട് ഇതെന്തായാലും പൊളിക്കെന്തായാലും സ്ഥലങ്ങൾ കാണല്. അതെ, നമ്മൾ ഇന്ന് ആകെ പുക മഴയായിരിക്കും. ഒന്നാമത് നമ്മള് അങ്ങനെ ഇന്നൊരു ദിവസം അവധി ഉള്ളൂ, അതാണ് നമ്മള് അവധിയുള്ള ദിവസം നോക്കിട്ടാണ് ഇറങ്ങണ പുറത്തേക്ക്. അല്ലാതെ നമ്മള് പോകുന്ന വഴി ഒന്നാമത് താഴ്വാരവും ഒക്കെ കൂടെയുള്ള ഒരു വഴി കൂടെയാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ മലയൊന്നും കാണാൻ പറ്റില്ല. മിക്കവാറും മൊത്തം കോടയടിച്ച് അത് മൂടിക്കിടക്കുകയായിരിക്കും.
സാധനം മഞ്ഞ നോക്കാം എന്തായാലും. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്കുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ആൽമയൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. ഇവിടെ ഒരു സാധനം മൊണ്ടായി കിടക്കണം, കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് ഫുൾ ആപ്പിളാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പറിക്കാം. എന്ത് രസമായിട്ട് കിടക്കണത്. എല്ലാം പഴുത്ത് കിടക്കുവാണ് കേട്ടോ ആപ്പിള്. ഇത് ഇങ്ങനെ പബ്ലിക്കിൽ നിൽക്കണേ കൊണ്ട് കുഴപ്പമില്ല. ചിലവരുടെ ഒക്കെ വീട്ടുമുറ്റത്തൊക്കെ പ്രൈവറ്റ് ആയിട്ട് നിൽക്കാം, അപ്പോൾ അതും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, നമ്മൾ ആൽമ എത്തിയേക്കാണ്. ആൽമയുടെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഞങ്ങൾ അത് കാണണമെങ്കിൽ മേളിൽ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടേക്ക്. പഴയ വീഡിയോ അത് തന്നെ. ഞങ്ങൾ ഇന്ന് ആര്യയുടെ വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ആര്യക്ക്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് ഞങ്ങളിവിടെ. ഇവിടെ നിന്നല്ല, ഞങ്ങൾ പോണ വഴിക്ക്. എവിടെയാണ് പറയൂ. ടിപ്സി ടേൽസ്. എന്തിനു വന്നു പറയൂ, പറയൂ. ലോബ്സ്റ്റർ കഴിക്കാൻ വന്നു നമ്മളങ്ങനെ ലോബ്സ്റ്റർ കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ലോബ്സ്റ്റർ കഴിക്കാനായിട്ട് നമ്മൾ വന്നതാണ്. നമ്മൾ പോണ വഴിക്ക് എന്തായാലും മഴയാണ്. അപ്പോൾ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായതുകൊണ്ട് ഞാനെന്നാ മുതലെടുത്തു, ഇവിടെ നിർത്തി ലോബ്സ്റ്റർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഈ ആൽമയിൽ ഫുള്ള് ലോബ്സ്റ്ററിൻ്റെ ഇതാണല്ലോ, അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഷോപ്പ് നല്ലതാണെന്ന് ഇങ്ങനെ റിവ്യൂ കണ്ടു. അന്ന് ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. നമുക്ക് ഇതിൽ കയറി നോക്കാം എങ്ങനെ ഉണ്ടാവും കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ലോബ്സ്റ്റർ മേടിച്ചിട്ട് വരാം. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, ടിപ്സി ടേൽസ് എന്നുണ്ട്. അകത്തൊന്ന് കയറി നോക്കാം. ഞങ്ങൾ ആദ്യം ടേക്ക് ഔട്ട് എടുക്കാമെന്നായിട്ട് ഓർത്തേ. പിന്നെ ഇതിൻ്റെ അകത്തെ ആംബിയൻസ് കണ്ടപ്പോൾ ഞങ്ങൾ എന്നാൽ അവരെയും കൂടെ അകത്തേക്ക് വിളിച്ച് അകത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇറങ്ങി വരുന്നുണ്ട് അവർ. ആബി എന്തായാലും എണീറ്റു. ആബിനെ ഉറക്കത്തിന് എണീപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുക്കാഞ്ഞത്. രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. ക്യാമറ നോക്കി. ഞങ്ങളൊരു മഴയുള്ള ദിവസമായിട്ട് ഇറങ്ങിയത്. സമയം എന്തായി? സമയം 8:15 സമയം. അപ്പോൾ വെതറിൽ കാണിക്കുന്നത് ഒരു 3 മണി വരെ 50% റെയിനും, പിന്നെ 4 മണി വരെ എന്തായാലും ട്രെയിൻ ഉണ്ടാവുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ട്രെയിനിലിട്ട് പോയിട്ട് നമുക്ക് വലിയ കാര്യമില്ല, നമുക്ക് പുറത്തൊന്നും കാണാനൊന്നും പറ്റില്ല. ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ആര്യയുടെ ആഗ്രഹം അങ്ങോട്ട് നിറവേറ്റി കൊടുക്കാം ആ ഒരു ഗ്യാപ്പിൽ എന്ന് വിചാരിച്ചു. നമ്മുടെ മോളുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഇറങ്ങി വന്നത്. ഞാനിവിടെ കട്ട പോസ്റ്റ്. എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം വന്ന് സെർവർ വന്ന് ഇരിക്കണില്ല എന്ന് വെച്ചു. ഇവൻ എന്നാ അകത്തേക്ക് കയറിക്കോ. കയറ്, തുറന്ന് കയറ്. മൈക്കോണാണോ? ഞങ്ങളങ്ങനെ അകത്ത് കയറിയിരുന്നു. പുറത്ത് അടിപൊളിയൊരു വ്യൂ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പാച്ച് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ മഴ നനഞ്ഞ് കിടക്കുക. ഫുൾ മഴ, അതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. വലിയ തിരക്കൊന്നുമില്ല. എനിക്ക് മഴയായിട്ടായിരിക്കും അല്ലേ? മഴയായിട്ടായിരിക്കും. ഇവിടെ ഇരുന്നോളൂ. അവിടെ ഹൈ ചെയർ ചോദിക്കാം. ഞാനങ്ങനെ എൻ്റെ കുറേ നാളത്തെ 2-3 വർഷത്തെ ആഗ്രഹ സഫലമാക്കാൻ ഞാൻ അങ്ങനെ അവിടെ വന്നിരിക്കുന്നു. അതെ, അതിൻ്റെ എക്സൈറ്റ്മെന്റ് കഴിച്ചൊക്കെ പറയാം കേട്ടോ. ഈ എക്സൈറ്റ്മെന്റ് കഴിക്കുമ്പോൾ തന്നെ ഉണ്ടോ? ഇവിടെ നമ്മള് ഇതാണ് റെസ്റ്റോറൻറ്റ് കം ബാറാണ്.
ബിയറും വൈനും ആൽക്കഹോളും എല്ലാം ഉണ്ട്. ഒന്നിവിടെ ഈവനിങ് ഒക്കെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റ്. എന്താണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണോ? കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഭയങ്കരന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ഇത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ലോബ്സ്റ്റർ റോളായിട്ടല്ല. അന്ന് ലോബ്സ്റ്റർ ആയിട്ടാണ് കഴിച്ചത്. അതെവിടെ നിന്ന് കഴിച്ചേ? ലോബ്സ്റ്റർ ഡിന്നർ കഴിച്ചാൽ നീ? ലോബ്സ്റ്റർ റോള് കഴിച്ചിട്ടില്ല. ആവി ഇവിടെ എന്തോ തുണി കിടക്കുന്നുണ്ട്, മെനു വന്നു, അതിനകത്ത് കളിച്ചോണ്ടിരിക്കുക. അബികയില് എല്ലാരും കഴിക്കണം നോക്കൊണ്ടിരിക്കുക. അതെന്താ മോനെ? മഴയായതുകൊണ്ട് ആൾക്കാർ ഇവിടെ കയറി വന്നു. ഇവിടെ വേറെ ഒരു ഇന്ത്യൻ ടീം ഇരിക്കുന്നുണ്ട്, വേറെ ഏതോ ആൾക്കാരാ. പിന്നെ ഇപ്പൊ നമ്മള് നോക്കിയപ്പോ മഴയാണെങ്കിൽ 4 മണി വരെ ഭയങ്കര മഴയാ. അപ്പൊ പിന്നെ എന്നാ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകാനില്ല. അവരോട് ഒരു ഹൈ ചെയർ ചോദിച്ചോക്കി ഇവിടെ ഇരിക്കാനായിട്ട്. പണ്ട് ഈ സയൻസ് ബയോളജി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലെ മറ്റേ തവളയുടെയും പാറ്റയുടെ ഒക്കെ ബയോളജി അല്ല, അതിന്റെ ബയോളജി പഠിക്കുന്ന പോലെ ഇവര് ലോബ്സ്റ്ററിന്റെ ബയോളജി ആണ് ഈ മൊത്തം. ലോബ്സ്റ്റർ ഡിന്നർ എങ്ങനെ കഴിക്കണമെന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അവരുടെ അടുത്ത് പാറ്റ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ നനയാണ്ടിരിക്കാൻ പറ്റിയ സീറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 ടേബിള് ആൾക്കാർ ഇറങ്ങിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് അവർ ക്ലീൻ ചെയ്ത് തരാം, നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് മാറിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. അയാളാണ് ഞങ്ങൾ ഇന്നത്തെ സ്ഥലം. എല്ലാരും വിളിച്ചു വരുത്ത്, ഇവിടെ നിരം വെക്കും. അബികൽ എല്ലാവരും വിളിക്കുന്നുണ്ട്. അബികലിന് ഇപ്പോൾ പോണവരും വന്നവരൊക്കെ ഒരു ഹായ് പറയണം. അതാണ് അബികൽ ഇപ്പം എല്ലാവരും വിളിച്ചത്. നല്ല സീനറി ആയിട്ടോ നമുക്കിവിടെ പുറത്തിരുന്ന് കഴിക്കാനായിട്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിന്റെ വിഷ്വലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ബോട്ടിന്റെ ഒക്കെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത്. അതാണ് എനിക്ക് പോകുന്നത്. പിന്നെ ഹൈ ചെയറിൽ ഇരുത്തി ഞങ്ങൾ. അവിടെ നിന്ന് എടുത്തേടാ ഈ ഹൈ ചെയറിന്റെ സാധനം, ക്ലിപ്പ്. നോക്ക്, എന്താ നിനക്ക് വേണ്ടേ? ഓഫ് കോഴ്സ് ലോബ്സ്റ്റർ റോൾ ആയിരിക്കുമല്ലോ. എന്താ നോക്കട്ടെ കേട്ടോ. ഇത് അവരുടെ മെനു ആണ് കേട്ടോ, കോക്ടെയിൽ. എന്താ നിനക്ക് എന്താ വേണ്ടേ? നമ്മള് ഇവിടെ വന്നപ്പോൾ അപ്രതീക്ഷിത ഒരു മലയാളീനെ കണ്ടു. ഇവിടുത്തെ ഷെഫ് മലയാളിയാണ്, കോഴിക്കോടുകാരൻ. ഇവിടെ സെർവ് ചെയ്യാൻ വന്ന ആള് ഞങ്ങൾ വിളിച്ച് പരിചയപ്പെടുത്തി. സിയാദ്. അപ്പോൾ മെയിലവിടെ വന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. ഏതാണ് നല്ലതെന്ന് ചോദിച്ചതാ കഴിക്കാനായിട്ട്. അപ്പോൾ ലോബ്സ്റ്റർ റോളും ഫിഷ് ആൻഡ് ചിപ്സും അല്ല പറഞ്ഞത്. അതാണ് നല്ലത് നമ്മുടെ ടേസ്റ്റ്. ബാക്കിയെല്ലാം ഇവിടെ ഞാൻ നോക്കിയപ്പോൾ മധുര, ബ്ലൂബെറി, അങ്ങനെ കുറേ ഇതൊക്കെ ഒഴിച്ചാൽ അത് നമ്മൾ കഴിക്കില്ലല്ലോ. കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ളതാണല്ലോ നമ്മൾ കഴിക്കുന്നത്. ആബിയാണെങ്കിൽ ഹൈ ചെയറിൽ നിന്ന് എണീറ്റ് പോകുന്നു. അപ്പോൾ കഴിക്കാൻ പറ്റില്ല, കാരണം ഇവർക്ക് വേണമെങ്കിൽ കളിക്കാൻ ഇവര് മറ്റേ ഡ്രോയിങ് ബുക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവളത് തിന്നും ആ പെൻസിൽ. അവിടെ വേണ്ടാന്ന് പറഞ്ഞു. അവിടെ പോണോ? അവിടെ പോണോ വിളിക്ക്? മഴ അങ്ങോട്ട് പോണോ? അത് ബോട്ട്. അവിടെ കാറ് വന്നിട്ടുണ്ടാ, കാറ് വന്നിട്ടുണ്ടെന്ന് നോക്കണേ. അത് കാറ്, ഇവിടുന്ന് നോക്കിയാലുള്ള വ്യൂ. കാറ് അത് കാറ്. വലിയ വണ്ടി. ആര്യനേക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആബി കേട്ടോ. ലോബ്സ്റ്റർ വന്നപ്പോ തിന്നെ പോലെ ആവിരിക്കണേ. അത് വെള്ളം കൊണ്ടുവന്നു കേട്ടോ. ചെരുപ്പെടുത്തേടാ. ആബി ഇടയ്ക്കിടയ്ക്ക് ഈ ചെരുപ്പ് ചാടിച്ച് കളയുന്നുണ്ട്. ഇവിടെ ആൾക്കാർ വരുന്നത് ഒരു ബിയറൊക്കെ അടിച്ച് ചില്ലായിട്ടിരിക്കാനായിട്ടോ ആൾക്കാരൊക്കെ വരുന്നത്. മഴയായതുകൊണ്ടായി ഔട്ട് സൈഡിൽ ഇത്ര ആൾക്കാർ കുറവ്. എനിക്കും ഒരു ബിയറൊക്കെ അടിച്ച് ചില്ല് ചെയ്തിരിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടി ഓടിക്കേണ്ടതല്ലേ എന്നുള്ളൊരു കാരണത്തിൽ
അത് മാത്രമല്ല ഞാൻ സമ്മതിക്കില്ല. അതെ, ഒന്നാമത് നമ്മൾ ഇത്ര ദൂരെ വന്നേക്കണം, കൊച്ചും കൊള്ളല്ലേ. പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ച് ലോക്കൽ കഴിക്കണം. അവിടെ തിരിക്കാൻ വളരെ ഇത് വന്നു. യെസ്, താങ്ക് യു. Sure, we're just sharing. Is that what was happening? യെസ്, Yeah. it is. All right. Got everything Okay. you need for lunch? Yeah, that's for now, yeah. Okay. Yeah, okay, thank you. അവിടെ മുഖത്തുനിന്ന് കൈകൊണ്ടെടുത്ത് കൈകൊടുത്ത് എനിക്കുണ്ട്. പിന്നെ ഇവരിത് കൊണ്ടുവച്ച സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാം. നാരി ആദ്യമായിട്ട് ലോബ്സ്റ്റർ റോൾ കഴിക്കുന്നു, നിർവൃതി അടയുന്നു. ഇഷ്ടപ്പെട്ടോ? സ്പൈസി അല്ല, പക്ഷെ ഒരു ക്രീമിന്റെ ടേസ്റ്റ് ഇല്ലേ? നീയല്ലേ കഴിച്ച, എന്നോട് കഴിക്കണ ടേസ്റ്റ് ഇല്ലേ? ക്രീമിന്റെ ടേസ്റ്റ് ഉണ്ട്. ആവിയുടെ കയ്യിലേക്ക് ഒരു ഫ്രൈസ് കൊടുത്തു, അത് പിടിച്ചോണ്ട് ഇരിപ്പുണ്ട്. അതിന് ആവി അലമ്പുണ്ടാക്കും. ഒന്ന് ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി പറയാം കേട്ടോ. ആബി ഒരു ഫ്രൈസും പിടിച്ചോണ്ടിരിക്കും. ആബിക്ക് ഇഷ്ടമായോ? ആബി ഇഷ്ടമായോ? ആബി വാവെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നേരത്തെ. 2 ഐറ്റംസ് ഇവിടെ വന്നത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. അല്ല, പക്ഷെ പ്രൈസ് വായിക്കണം കേട്ടോ. ഇതെന്തോ ബുജി ഫ്രൈസ് എന്നുണ്ട്, എന്തോ ഫ്രൈസ്. അതിനകത്ത് ചീസും പിന്നെന്താ എന്താ പാഴ്സലിയാന്ന് തോന്നുന്നു. പാഴ്സലും കൂടെ ഇട്ടിട്ട് എന്തോ ഒരു പരിപാടി. ഇത് റെഗുലർ ഫ്രൈസ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു കോൾസ്ലോ ഉണ്ടായിരുന്നു. തൃപ്തിയായോ? ശരിയെന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. എനിക്കല്ല കേട്ടോ. ഞങ്ങൾ പയ്യെ ഇറങ്ങുവാണ്. ബില്ലൊക്കെ അടിച്ച് ബില്ല് ചോദിക്കുകയാണ്. പയ്യെ ഇറങ്ങാൻ മഴ ഉണ്ട്, എന്നാലും ഓട് വണ്ടിക്കാണ്. ആബീനെ ഒന്ന് അകത്തേക്ക് എടുത്തിട്ട് നല്ല മഴയാണ്. മഴ മാറിയിട്ടില്ല, 4 മണി വരെ മഴയാന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും വേണ്ടത് തിരക്കായല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ അതേ അവിടുത്തെ ലോബ്സ്റ്റർ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അതേ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നമ്മളാ പോവാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ പോകണം കേട്ടോ. മഴ മാറിയിട്ടില്ല, ഇപ്പോഴും സ്റ്റിൽ മഴ തന്നെയാണ്. എന്നാലും കുറച്ച് കുറവുണ്ട്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മഴ മൊത്തത്തിൽ നിൽക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോവാണ്. ഇനി നല്ല കോടയാണ്, കുഴപ്പമൊന്നുമില്ല. ആബി കുറച്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ്. നമ്മള് ഫണ്ടി നാഷണൽ പാർക്ക് ഓഫ് കാനഡ നമ്മൾ അതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ലോബ്സ്റ്റർ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. മഴ കുറച്ച് മാറിയിട്ടുണ്ട്, ഇപ്പോ വലിയ കാര്യമായിട്ട് മഴയില്ല, ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇനി നേരെ നമ്മള് ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ടാവും ഇനി അങ്ങടേക്ക്? അയ്യോ, മാപ്പ് ഇട്ടില്ല. ഇനി ഒരു നമ്മൾ ടിക്കറ്റ് എടുക്കണ അടുത്തേക്ക് ഏകദേശം ചിലപ്പോൾ ഒരു 50 കിലോമീറ്ററോ 40 കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും. 40 കിലോമീറ്റർ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അവളും ആ സമയത്ത് എണീച്ചായിരുന്നു. അപ്പൊ അവള് അവിടുന്ന് കുറച്ച് ഫ്രൈസും അവൾക്ക് ഫിഷ് കൊടുത്തിട്ട് അവള് കഴിച്ചില്ല കേട്ടോ. ഫ്രൈസ് കഴിച്ചോളൂ 2-3 അപ്പൊ സമയം ഇപ്പൊ എത്രയാ? 3:30 ആയി സമയം. ഞങ്ങളിനി ഓടി പിടിച്ചാലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണടുത്ത് ക്രോസ് ചെയ്ത് ഞങ്ങൾ കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ട് ഇനി സെയിന്റ് മാർട്ടിൻസ് കോവ് വരെ ഞങ്ങള് പോവാന്നാണ് വിചാരിക്കണത്. അവിടം വരെ എത്തോളൂ. 8 മണി വരെ ഉള്ളൂ നമുക്ക് അവിടെ അല്ലേ. 8 മണിക്ക് ആയപ്പോഴത്തേക്കും നമ്മളവിടെ സെക്യൂരിറ്റീസ് ഒക്കെ വന്നിട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാക്സിമം നമുക്ക് ഒന്നാമത് മഴ അതുകൊണ്ട് പുറത്തിറങ്ങി നമുക്ക് അധികം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വേറൊരു കാര്യം.
അപ്പൊ അതൊക്കെ നിക്കട്ടെ, ലോബ്സ്റ്റർ കഴിച്ചെന്റെ നീ ഇത് പറ, വിശേഷം പറ. ലോബ്സ്റ്റർ നല്ലതായിരുന്നു, Lobster roll കഴിച്ചിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെ പോയാലും ലോബ്സ്റ്റർ റോള് ഇങ്ങനെ പറഞ്ഞ് ഭ്രാന്ത് പക്ഷെ പിടിക്കുന്ന എന്റെ ഒരു ആഗ്രഹം, ഇവിടെ അങ്ങനെ കിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര സ്പൈസി ആയിട്ട് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ സ്പൈസി ഒന്നും അല്ലായിരുന്നു. അതിന് ലോബ്സ്റ്റർ റോൾ മേടിച്ച് വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ മതി. അത് ക്ലീൻ ചെയ്യാനൊക്കെ പാടല്ലേ? വലിയ പാടൊന്നുമില്ല. അപ്പൊ അങ്ങനെ സ്പൈസി ഒന്നല്ല. പക്ഷെ അവരെനിക്കൊരു സോസ് ഉണ്ട് തന്നിട്ടോ. എനിക്ക് ആ സോസ് കഴിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ചൊറുക്ക് വെക്കില്ലേ, അങ്ങനത്തെ ഒരു ഭയങ്കര പുളിയായിരുന്നു. അത് ഹോട്ട് സോസ് ഇവിടെ ഇതാണ്, പുളിയായിരിക്കും കുറച്ച്. അപ്പൊ അത് പക്ഷെ ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ കുറെ നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ സാധിച്ചു. അപ്പൊ അങ്ങനെ സന്തോഷം. അങ്ങനെ മഴ കൂടിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നമ്മള് ആദ്യം, പക്ഷെ ഇവര് പറഞ്ഞേക്കുന്ന വെച്ചിട്ട് 4 മണി വരെ ഉള്ളൂ മഴ എന്നാണ് നമുക്കിവിടെ വെതറിൻ്റെ ഇത് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയായാലും. അവിടെ ചെല്ലുമ്പോഴേക്കും മഴ മതിയായിരുന്നു. നമ്മളിന്ന് ഇതുവരെ പോവാത്തൊരു പുതിയൊരു റൂട്ട് വഴിയായിട്ടാണ് നമ്മൾ പോകുന്നത്. അത് ഫണ്ടി ട്രെയിൽ പാർക്ക് വേ എന്ന് പറഞ്ഞിട്ട് എന്താണ് റോഡാണ്. അപ്പോൾ ഭയങ്കര സീനിക് റൗട്ടാണ്. എന്താണ് നമ്മുടെ നോവാസ്കോഷ്യയിലൊക്കെ ഉള്ള പോലത്തെ കേബോ ട്രെയിലിൻ്റെ ഒരു അത്രയും വരില്ലെങ്കിലും അതുപോലെയൊക്കെ നമ്മുടെ ന്യൂബ്രോൺസിക്കിൻ്റെ ഒരു വേർഷൻ. അപ്പോൾ കടലിൻ്റെ തീരത്തെ കൂടെയുള്ള കുറച്ച് റോഡുകളും പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ സ്ഥലങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഡ്രൈവായിരിക്കും. എന്തായാലും നമുക്ക് ഇതുകൊണ്ട് എന്താവുമെന്ന് അറിയാൻ പാടില്ല, മഴ അഫക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. 4 മണിയാകുമ്പോൾ മഴ നിൽക്കുമെന്നാണ് വെതർ കാണിക്കണേ. അപ്പോൾ നമുക്ക് പയ്യെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി നമുക്ക് പറ്റാവുന്ന വിഷ്വൽസൊക്കെ എടുത്തിട്ട് നമുക്ക് പയ്യെ നേരെ പോകാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടികള് നല്ല രസമല്ലേ, ലൈറ്റ് ഒക്കെ ഇട്ട് വരുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനി നമ്മുടെ ഈ നിൽക്കുന്ന മരങ്ങളിലെ ഇലയെല്ലാം കൊഴിഞ്ഞിനെല്ലാം കൊഴിയില്ല, ഇതിനെല്ലാം ഇനി കളർ മാറും. അപ്പൊ നല്ല രസമായിരിക്കും ഈ റൂട്ടൊക്കെ വരാനായിട്ട് അല്ലേ? പാളാവുമ്പോഴത്തേക്കും അതന്നെ. ആ റെസ്റ്റോറൻറ്റിലെ ജെറമി എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഓൾറെഡി കുറച്ചൊക്കെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ആണ്. നിങ്ങൾ എന്തെങ്കിലും പോകുന്ന വഴിക്ക് കാണുന്നുണ്ടോ നോക്കിയോ. പിന്നെ ഇപ്പൊ മഴ പെയ്തിട്ടുണ്ട്, ചിലപ്പോൾ അതൊക്കെ ചാടി പോയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അല്ലാതെ ഇവിടെയൊക്കെ കുറെ കളർ കണ്ടോ, ഈ കുറച്ചൊക്കെ ഇലയുടെ കളർ ഒരു ലൈറ്റ് മഞ്ഞ കളർ വരെ വന്നിട്ടുണ്ട്. നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫോൾ സീസൺ ആട്ടോ. വെച്ചാൽ ഇവിടെ നല്ല രസമാണ്, ഫുൾ കളേഴ്സ് ഒക്കെ ആയിട്ട് ആ സമയത്ത്. എപ്പോഴും ചെറിയൊരു തണുപ്പുണ്ടാവുന്നുള്ളൂ. നേരത്തെ സൺസെറ്റ് ആവും. മറ്റേത് 9 മണിയായിരുന്നു, ഇപ്പൊ ഒരു 8 മണിക്ക് മുമ്പ് തന്നെ സൺസെറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ സമ്മർ കഴിഞ്ഞല്ലോ, അങ്ങനെ എല്ലാവരുടെയും സമ്മർ വെക്കേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഫാളും വിന്ററും ആണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഇതാണ്, ക്ലൈമറ്റ് ആണ് വിന്റർ. സെയിന്റ് മാർട്ടിൻസ് കോവില് 5:30 ആവുമ്പോൾ ആണ് ഇന്ന് ലോ ടൈഡ്. നമുക്ക് അതിന് 5:30 ഒരു 6 മണിക്ക് ഉള്ളിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് കേവ് കാണാം. അതെങ്ങനെ കേവ്? അതിന്റെ അടിയിലാ? വെള്ളം ഇറങ്ങി പോകുമ്പോഴാണ് നമ്മള് ശരിക്കും അത് കാണാൻ പറ്റുള്ളൂ ആ കേവ്. അതിന്റെ അകത്തേക്ക് കയറി ഇങ്ങനെ നിക്കാം നമുക്ക്. ആൾക്കാർ വീഡിയോകളിൽ അതിന്റെ അകത്ത് കയറിട്ട് അകത്തുനിന്നുള്ള വിഷ്വലൊക്കെ ഇട്ടിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ബോർഡിന്റെ അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിയണം. അങ്ങോട്ടാണ് നമ്മുടെ ഫണ്ടി ട്രെയിൽ പാർക്ക് വേ. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ അല്ലേ? നമുക്കിത് ഇവിടുന്ന് തിരിയണം. ഇതാണ് ആ പുതിയ ഇവിടുത്തെ ബസ്സാണ് കേട്ടോ. അവിടെ ഒരു RV ഇരുന്നുണ്ട്. അയ്യോ, ഇത് ബസ്സല്ല, RVയാ. ഇതാണ് പുതിയ റോഡ് ഇപ്പൊ തുടങ്ങിയേക്കുന്നത്. ഇത് അടിപൊളി. 24 കിലോമീറ്ററിന്റെ ഒറ്റ സ്ട്രെച്ചിലുള്ള ട്രെയിലാണത്. അതിന്റെ ഇടയിലാണ് പല സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ കുറച്ച് ഇന്ത്യൻസ് നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ചുരിദാറൊക്കെ ഇട്ട് നിൽക്കണവര്. ചുരിദാറൊക്കെ ഇട്ട് നിൽക്കണേ. ഒരു ട്രെയിലറും വലിച്ചുകൊണ്ട് ഒരു റാം വരുന്നുണ്ടോ?
ഇതുണ്ടെങ്കിൽ പിന്നെ എവിടെയും പോയി താമസിക്കാം അല്ലേ? സത്യം കേട്ടോ. ഏത് കാട്ടിൽ പോയി താമസിക്കുന്നതിന് കുഴപ്പമില്ല. അത്ര ചീപ്പല്ല അത് വാങ്ങാനായിട്ട്, അതാണ് വേറൊരു കാര്യം. നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണത്. പക്ഷെ നമുക്കത് റെന്റിന് കിട്ടും തോന്നുന്നു അല്ലേ, ഒരു ദിവസത്തേക്കൊക്കെ? റെന്റിന് കിട്ടും. നമ്മള് കൂടുതൽ ട്രക്കൊക്കെ ഉള്ള ആൾക്കാര് അതായിരിക്കും വാങ്ങുക. അല്ലെങ്കിൽ പിന്നെ RV, അല്ലെങ്കിൽ പിന്നെ ഓവർലാൻഡ് ചെയ്യണ രീതിയിൽ നമ്മുടെ SUV ഒക്കെ പണിതിറക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമാണ് ഒരു SUV എടുത്തിട്ട് ഓവർലാൻഡ് ചെയ്യാൻ പാകത്തിന് അതിന് പണിതിട്ട് ഒരു അലാസ്കൻ ട്രിപ്പ് പോകാനായിട്ട് ഇവിടെ. അലാസ്കയോ? അലാസ്ക ഇതിന്റെ അങ്ങോട്ട് അറ്റത്തല്ലേ? കാനഡയുടെ അങ്ങനത്തെ. പക്ഷെ അത് ഭയങ്കര അമേരിക്ക. അതൊരു അഡ്വഞ്ചർ ട്രിപ്പാണ്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. സാധിക്കട്ടെ. അതെ, ദൈവം സഹായിച്ചത് സാധിക്കട്ടെ. എന്തെങ്കിലും ഒരു ദിവസം എന്തായാലും പിടിക്കും. നമ്മള് തലയിലെ മുടിയൊക്കെ ഇച്ചിരി വെളുത്താലും നമുക്ക് പ്രശ്നമല്ല, അന്നേരം നമ്മളത് പിടിക്കും. അല്ല, ഓൾറെഡി ഇപ്പൊ ഇച്ചിരി വെളുത്തു. അതാ ഓൾറെഡി ഇപ്പൊ വെളുത്തിരിക്കണേ, പ്രത്യേകിച്ച് കൂടുതലാ. നോക്കി എന്റെ മോനെ, വളഞ്ഞ് തിരിഞ്ഞ് കിടക്കണ ആ റോഡ് കണ്ടില്ലേ? പക്ഷെ നമുക്ക് ഈ ക്യാമറയിൽ നമ്മള് നേരിട്ട് കാണുന്ന ആ ഒരു മഞ്ഞിന്റെ ഒരു ഇത് നമുക്ക് ഇതിനകത്ത് അത്രയും കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതൊരു മരങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ ഒരു പഞ്ഞിക്കെട്ട് പോലെ മിസ്റ്റ് വന്ന് കിടക്കാണ്. വഴി കിടക്കണ നോക്കി. അതാണ് എനിക്ക് എന്തോ വലിയ മറ്റേ ഈ ആമസോൺ കാടുകളിൽ പോലെ അപ്പുറം ഈ മരങ്ങൾ, മറ്റേ പൈൻ മരങ്ങളാണോ അത്? എനിക്ക് എന്റെ എക്സാക്ട് നെയിം എന്താന്ന് എനിക്ക് അറിയില്ല. അങ്ങനത്തെ എന്തോ സംഭവമാണ്. ആവി ബാക്കിൽ നിന്ന് പൊളിക്കാൻ പറ്റുന്ന എല്ലാം പൊളിക്കുന്നുണ്ട്. എല്ലാം പൊളിച്ചടക്കിട്ടുണ്ട്. കാറിന്റെ ഒരു വശം തന്നെ ആവി പൊളിച്ചടക്കി വെച്ചേക്കുവാ. അപ്പൊ നമ്മൾ അങ്ങനെ എത്താറായിട്ടോ ആ ട്രെയിനിലേക്ക്. നമ്മൾ കേറുന്നതിന് മുമ്പുള്ള ഒരു ഇതാണിത്. ഇവിടുന്ന് ഒരു ടേൺ ലെഫ്റ്റ് ടേൺ എടുക്കാനുണ്ട്. റൈറ്റിലേക്ക് പോയ സസെക്സിലേക്കാണ്. വേണ്ട വേണ്ട, അരുത് അരുത്, വെട്ടം കുറവാ. ഫുൾ ഞങ്ങൾ ഇതേ പോന്നപ്പോ നമുക്ക് വഴിയൊന്നും കാണാൻ മേലാത്ത പോലെ മഞ്ഞ് പോലെ ആയിട്ടോ. പുകമഞ്ഞാന്ന് തോന്നുന്നു മൊത്തം. അതെ, എന്ത് ഭംഗിയല്ലേ. അയ്യോ, ആ മരങ്ങളെല്ലാം കോടയിൽ മുങ്ങി. ജസ്റ്റ് എനിക്ക് ആ റോഡ് മാത്രമേ കാണുന്നുള്ളൂ, തൊട്ടടുത്തുള്ള റോഡ്. അങ്ങ് ദൂരത്തേക്കുള്ള റോഡെല്ലാം ഇതായിട്ടിരിക്കുകയാണ്, മൂടിയിരിക്കുകയാണ്. നല്ല കാറ്റാണ് കേട്ടോ. തണുപ്പ് എങ്ങനെയുണ്ട് പുറത്ത്? നല്ല തണുപ്പാ. തണുപ്പുണ്ട്. ആ ഒരു മിസ്റ്റിന്റെ ഒരു തണുപ്പ് എന്തായാലും ഉണ്ടാവും. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല എന്നാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. ഇവിടൊക്കെ ഫുള്ള് മൂടി. കാണാൻ പാടില്ലാട്ടെ നമുക്ക് റോഡ് അല്ലേ? എനിക്ക് കാണാൻ. നീ കന്നഡ? എനിക്ക് നോക്കിട്ട് പേടിയാവണോ, എന്റെ തുമ്പറ്റത്ത് റോഡ് ബാക്കി ഉണ്ടല്ലേ. നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്തിട്ടോ. ഇതാണ് സ്ഥലം. നമുക്ക് ട്രെയിൻ തുടങ്ങുന്ന പോയിന്റിൽ നമ്മൾ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുവാണ്. നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുക്കാനുണ്ട്. അതെടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. അത്യാവശ്യം ഒരു ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. 8 to 8 കേട്ടോ എൻ്റെ ഇത്. വണ്ടിയുടെ ഡോറ് തുറന്നിട്ടേക്കുക. അങ്ങ് അറ്റത്ത് കാണാൻ പറ്റില്ല, ഫോഗ് അടിച്ചിരിക്കുകയാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാം. അതെ, ടിക്കറ്റ് കൗണ്ടർ പോലും ഈ തെളിഞ്ഞ് കാണുന്നില്ല അല്ലേ? കാണാൻ പറ്റുന്നില്ല കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാം. മറ്റേ അപായ സൂചന ഉള്ള റെഡ് ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കാണാം. അത് ഇവിടെ കുറെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ എന്തായിരിക്കും? എനിക്കാണ് ഇവിടെ ചിലപ്പോൾ നടക്കാനുള്ള ട്രെയിലർ ഉണ്ടാവുമായിരിക്കും ആ കാടിൻ്റെ അകത്ത്. അതായിരിക്കും. Hi. E1C 9P6. നമ്മളത് ഇവിടെ കുറെ ബൈക്ക് റൈഡേഴ്സ് വരുന്നുണ്ട്. കേട്ടോ. ടിക്കറ്റ് തന്നിരിക്കുകയാണ് അവിടെ. 2790.
Is there something over there? That's just for staff. Oh, just for the staff? Oh, okay. Oh, Press the green button there, so you Oh, can so- tap right on top there. oh, Fire again. money. There, that sounds better. Yeah. Usually 2 beats is not good. Yeah. 1 beat. Yes, there go. നമുക്ക് എവിടെ ടിക്കറ്റ് എന്തിനാ? ടിക്കറ്റ് ഇപ്പോൾ തരും. തന്നിട്ടില്ല. ആ നമ്മൾ പോവാട്ടോ. ആഹാ. അവിടെ ട്രെയിനിന്റെ അല്ല കേട്ടോ, കാറ് പാർക്ക് ചെയ്തേക്കണ ഇവിടെയുള്ള സ്റ്റാഫിന്റെ കാറാണത്. ഉം. ആ ആ, അത് ശരിയാ. സ്റ്റാഫുകളുടെ കാർ പാർക്കിംഗ് സ്ഥലമാണത്. അപ്പൊ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ കാറ് വേണ്ടി വരും. Okay, thank you so much. Okay. Yeah, you too. Thank you. Okay. ഇതാണ് നമുക്കപ്പോ ഇന്നൊരു $27.99. ദിവസത്തേക്ക്, അതായത് 8 to 8 രാവിലെ വന്നാലും വൈകുന്നേരം വന്നാലും എപ്പോ വന്നാലും ഈ പ്രൈസ് ആണ് കേട്ടോ. അതെ, നമുക്ക് രണ്ടുപേരും കൂടെ 27, ആ 2 പേർക്ക് 24 പ്ലസ് ടാക്സ്, അങ്ങനെ $27. ഞങ്ങൾ ആബി ഒന്ന് കരഞ്ഞപ്പോൾ നിർത്തിയതാട്ടോ. റോഡ് ഫുള്ള് കോടയാ. ആബിയാണെങ്കിൽ അവിടെ ഫുള്ള് അലമ്പ. മഴയില്ലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ കുറേ നേരം നിന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. നൈസ് ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പാകത്തിന്. താഴെ കാണുന്ന വെളുത്ത് കാണുന്നത് കടലാണ് കേട്ടോ. കോടമഞ്ഞായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്തത്. ആ ആബി തലയിട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. എന്താ ആബി, എന്താ തലയൊക്കെ ഇട്ട് നിൽക്കുന്ന അവിടെ? ആ ഇഷ്ടപ്പെട്ടോ? ആബി ജനല് തുറന്നപ്പോ ചാടും അപ്പുറത്തേക്ക്. മഞ്ഞടിക്കും ഒരുപാട്. ആ പോവാ നമുക്ക്. എന്ത് പാൻറ് എന്ത് ആബിയുടെ? ആബി ഡയപ്പറിലാണ് നിക്കണേ. ആണോ? തുടങ്ങിയോ? വാ വാ വാ, അകത്തര തണുപ്പ് തണുപ്പ്. ആ തണുപ്പ് തണുപ്പ്. വിട്ടോ മതി വാ വാ വാ, തണുപ്പടിക്കും. വാ വാ, നമുക്കിത് അവിടെ ചില മമ്മ ഇറക്കാം. വാ, അവിടെ ചില മമ്മ ഇറക്കാം. വിട്ടോ ഒന്നും കാണാനില്ല കേട്ടോ. നമ്മളിവിടെ സ്ഥലങ്ങൾ കാണാൻ വന്നിട്ട് ഞങ്ങൾക്ക് ആകെ പുക മാത്രമേ കാണുന്നുള്ളൂ. ഇതൊക്കെ വ്യൂ പോയിന്റ്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞ. ഏതാടാ ഈ കാണുന്നൊക്കെ വ്യൂ പോയിന്റ്സാ. എന്ത് ചെയ്യാൻ പറ്റും ഇന്നിപ്പോ? അതെ, ഒന്നും ചെയ്യാനില്ല. എനിക്ക് ഈ ക്ലൈമറ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടു രോടി. ക്ലൈമറ്റ് വേണം. ആ നമ്മള് ശരിക്കും നമ്മള് മൂന്നാർക്കൊക്കെ ബൈക്ക് റൈഡ് പോകാൻ നേരത്ത് ആ ഒരു ചെറിയൊരു തണുപ്പ്, ചെറിയൊരു പൊടിമഴയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സെയിം ഫീലിംഗ് ആട്ടോ. കഴിഞ്ഞു. അമ്പോ ആ തണുപ്പ് ആബി.
കണ്ടു. ഓ ഞാൻ കാണുന്ന ബീച്ചാട്ടോ. ബീച്ചിലേക്ക് ഇനി ഇറങ്ങാൻ പറ്റൂടി. ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് ചാൻസ് കുറവാട്ടോ. 40 കിലോമീറ്റർ സ്പീഡിലാണ് ഇവിടെ പോകാൻ പാടുള്ളൂ. അത് ബീച്ചാണല്ലേ? ആ താഴെ കണ്ടത് ബീച്ചാ. അതെ നമുക്ക് ബീച്ചിൽ പോവാം. ഈ മരങ്ങളൊക്കെ ഒന്ന് നോക്കിയേ അല്ലേ. ശരിക്കും ഒരു എന്താ പറയാ, മോങ്ടലിലൊന്നും കാണുന്ന ഒരു ജോഗ്രഫിയേ അല്ല കേട്ടോ. ഇന്നും മഴയും കൂടി ആയോണ്ടേ ഭയങ്കരമായിട്ടൊരു ഗ്രീൻ കളർ വന്നേക്കുക. നമ്മള് ബീച്ച് എത്തിയിരിക്കുകയാണ്. അതെ നമ്മള് ബീച്ചിലെത്തിന്ന്. ഓശൂ ഇനി ആബിക്ക് ബീച്ചിൽ ഇറങ്ങണ്ട ഇവിടെ. ആബി എന്തിനും തയ്യാറായിട്ട് തൊപ്പിയൊക്കെ ഇട്ട് നിക്കണം. അല്ല ആബി, ആബിക്ക് ചെരുപ്പം പഠിപ്പിച്ചു മതി. ഏയ് ഞാൻ അടുക്കണ്ടിരിക്കാനകത്ത് ഏതൊരു ഉമ്മച്ചിക്കുട്ടിനെ പോലെ ആയാലോ ആബി. ഇപ്പൊ താത്തക്കുട്ടി ആയില്ലേ? നല്ല തണുപ്പാന്നേ പുറത്ത്. അപ്പൊ നമുക്കിത് അങ്ങോട്ട് പോയി നോക്കാട്ടോ. നമുക്ക് കുറച്ചും കൂടെ ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എനിക്ക് ഇപ്പൊ ഇവിടെ നിന്നിട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോ ഞാൻ അവളെ ഒന്ന് തലയൊക്കെ ഒന്നൊരു ക്യാപ്പൊക്കെ ഇട്ട് ഇത് നിങ്ങൾ നോക്കൂ, കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് റെക്കോർഡിംഗ് ആട്ടോ. അയ്യോ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു ഇവിടെ വന്ന സമയത്ത് അല്ലേ. ഇച്ചാന്റെ കുറച്ച് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ അവരൊക്കെ മലയാളീസ് ആയിരിക്കും. എങ്ങനെയുണ്ട് സ്ഥലം? സ്ഥലം അടിപൊളി, പക്ഷെ എല്ലാം ഇന്ത്യക്കാരാ, ഇവിടുത്തുകാരൊന്നും കാണാനില്ല. കോടയടിച്ച് മല എടുക്കുന്നുണ്ടോ? ചെറിയൊരു വാഷ്റൂം പോലത്തെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ ഉള്ള ചെറിയൊരു സൗകര്യമൊക്കെ ഉണ്ടല്ലേ. അതെ, നമുക്കിവിടെ ഇരുന്ന് കുറച്ചു നേരം ചില്ലടിക്കാനൊക്കെ ഉള്ളത്. അവിടെ മുകളിലുണ്ട് എന്തോ ഒരു സ്ഥലം. എനിക്ക് അവിടെ നിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ കാണാൻ പറ്റുമായിരിക്കും. ബീച്ച് ഫുള്ളേ. ബൈ ദ വേ സ്ഥലത്തിന്റെ പേര് എന്താ? ലോങ് ബീച്ച് അല്ലേ? ലോങ് ബീച്ച്. നല്ല കാറ്റും തണുപ്പും ഉണ്ട്. ആബിനെ ഫുൾ സേഫ്റ്റി ആയിട്ട് ഇറക്കിയേക്കണം. നനഞ്ഞെടുക്കട്ടോ, അല്ലെങ്കിൽ അവിടെ ഇരിക്കായിരുന്നു. ഞാനത് ഇരുത്താൻ പറ്റുമോ നോക്കിയത്. അവളെ ഇരുത്തിയൊരു ഫോട്ടോ എടുക്കാനായിട്ടേ. പുല്ലൊക്കെ എല്ലാം നനഞ്ഞെടുക്കുക. ചെരുപ്പ് എന്തേ? ചെരുപ്പിട്ടില്ല ആബിക്ക്. നമുക്കെന്നാ ബീച്ചിന്റെ അവിടം വരെ ഒന്ന് പോയിട്ട് നോക്കിയാലോ? തണുപ്പല്ലേ? അങ്ങ് മേളത്തെ റോട്ടിൽ നിന്നാട്ടോ ഞങ്ങൾ ഇറങ്ങി വന്നത്. ഇനി പതിവ് പോലെ എന്റെ കുറച്ച് ഫോട്ടോഷൂട്ടിങ്. നോക്കാം. അത് വേണത് അങ്ങോട്ട് ഇറങ്ങി പോവാം. പക്ഷെ ഇത് കുറച്ചുകൂടെ നമ്മള് ഈ കടലിനോട് അടുത്തെല്ലുമ്പോ തണുപ്പ് കൂളടിക്കുമ്പോ പിന്നെ ഇവക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കയറി പോരാ. അപ്പൊ തന്നെ എന്നാ ആൾക്കാരൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? പട്ടീനെ കൊണ്ടൊക്കെ നടക്കാവുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റാത്തതായതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ
ഒരുപാട് സമയം ചെലവഴിക്കുന്നില്ല അല്ലേ? നമുക്ക് ഇനി അടുത്ത സ്പോട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാലോ. നമുക്ക് എന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കൊച്ചിനെയും കൊണ്ട്, നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ട് കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അവിടെ പോയി കാണാം. ആബിക്ക് ഇപ്പോൾ ഇവിടെ ഇറങ്ങി കളിക്കണം, പക്ഷെ ഇവിടെ ഫുൾ നനഞ്ഞു കിടക്കുമല്ലേ. ചെരുപ്പാണെങ്കിൽ കാറിൽ വെച്ചിട്ട് പോന്നു. വാ എന്നാ നമുക്ക് അപ്പൊ അടുത്ത ഇവിടെ ഇറക്കാം, സ്ഥലത്ത് ഇറക്കാം. വാ ആബി, ആബി, ആബി ഇങ്ങോട്ട് പോവാ. ആബി എൻ്റെ മേളിൽ കയറിയിരിക്കാൻ. നിവർന്നിരിക്ക് ആബി. ആബിക്ക് മേളിൽ നിന്ന് താഴത്തേക്കുള്ള കാഴ്ച കാണാൻ ഇഷ്ടം. ആബി ഇതേ വിളിക്കണോ ആബിനെ അമ്മ? ബാ ടാറ്റാ. ടാറ്റ കൊടുത്തേ അമ്മക്ക്, ടാറ്റ കൊടുത്തേ. ടാറ്റ. ടാറ്റ കൊടുത്തോ അമ്മക്ക്, ടാറ്റ കൊടുത്തോ? ടാറ്റാ. ടാറ്റ. ടാറ്റ കൊടുത്തേ അമ്മക്ക്. ടാറ്റാ. നമ്മൾ വേറൊരു വൈബിലാണല്ലേ. അമ്മ വേറൊരു വൈബിൽ, നമ്മൾ ആ കോടയൊക്കെ കണ്ട് നമ്മൾ വേറൊരു വൈബിലാണല്ലോ ആബി. ആ അത് തന്നെ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ആബി ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടോ? അവിടെ ഒരു പട്ടി കുഞ്ഞ്. അതെന്താ ഇപ്പൊ അത്? പട്ടിയാണോ അത്? ആബി അവിടെ ആ ഒരു പട്ടിക്കുട്ടീനെ കണ്ടിട്ട് വേതാളം കയറി എൻ്റെ പുറത്തിരിക്കണില്ലേ. അബിയൽ എൻ്റെ മുകളിൽ ഇരുന്നൊരു ഡ്രോൺ വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അബിയെല്ലാം ദൂരം വരെ കാണാൻ പറ്റും. കൊച്ചു അനുഭവത്തോടെ നോക്കുമോ, ഇത്ര ഹൈറ്റിൽ ഞാനെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ യാത്രയുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇതുവരെ തന്ന സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻ്റൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.